സംസ്ഥാനത്തെ ഉൾക്കാടുകൾ തത്സമയം നിരീക്ഷിക്കാൻ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് നെറ്റ്വർക്ക് പദ്ധതിയുമായി വനംവകുപ്പ്. മനുഷ്യ സാന്നിധ്യമില്ലാത്ത ഉൾക്കാടുകളിൽ തത്സമയം നിരീക്ഷണവും ആശയവിനിമയവും ഇന്റർനെറ്റ് സേവനവും സാധ്യമാക്കുന്നതാണ് വനംവകുപ്പിന്റെ പുതിയ പദ്ധതി. ഉൾക്കാടുകളിലെ ക്യാമ്പ് ഷെഡുകളിൽ ഒറ്റപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും പദ്ധതി പ്രയോജനപ്പെടും. കാടിനെ സമഗ്രമായി നിരീക്ഷിക്കാനുള്ള IT അധിഷ്ഠിത സംവിധാനമാണ് റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് നെറ്റ്വർക്ക്. ഉൾക്കാടുകളിൽ പോലും തത്സമയം നിരീക്ഷണവും ആശയവിനിമയവും ഇന്റർനെറ്റ് സേവനവും പദ്ധതിയിലൂടെ സാധ്യമാകും. കാടിനുള്ളിൽ ക്യാമറകൾ സ്ഥാപിച്ച വൈഫൈ സംവിധാനത്തിലൂടെ കൺട്രോൾ റൂമുകളിലിരുന്ന് നിരീക്ഷിക്കും. പൂവരശ, മംഗളാദേവി, മാനമുട്ടി തുടങ്ങിയ ഉൾക്കാടുകളിൽ പദ്ധതിയുടെ ഭാഗമായി ക്യാമറകൾ സ്ഥാപിച്ചു. IT ഇനേബിൾഡ് ഒത്തിരി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മുടെ ഈ റിയൽ ടൈം മോണിറ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം. അതായത് വളരെ സിമ്പിളാണ്. വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷനുകളിലും ബൗണ്ടറിയോട് ചേർന്നിട്ടുള്ള ഏരിയകളിലും ക്യാമറകൾ പ്ലേസ് ചെയ്തിട്ട് അത് വൈഫൈ കണക്ടിവിറ്റി മുഖാന്തരം ഒരു സാങ്കേതിക നമ്മൾ തനതായിട്ട് ഈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വളരെ ഇൻഡിജീനസ് ആയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതികതയാണ് 2016-17 വർഷത്തിൽ. മൃഗങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിനൊപ്പം കാട്ടുതീയും കാടിന്റെ അന്തരീക്ഷവുമെല്ലാം നിരീക്ഷിക്കും. പെരിയാർ ടൈഗർ റിസർവ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സിബു വി ആണ് പദ്ധതിക്ക് പിന്നിൽ. നമുക്ക് ഇവിടേക്ക് ലൈവ് സ്ട്രീമിംഗ് എത്തിക്കാൻ കഴിയുന്നതിലൂടെ വന്യമൃഗങ്ങളുടെ നിരീക്ഷണവും വന്യമൃഗങ്ങളുടെ ക്യാരക്ടർ അനാലിസിസും എല്ലാം സാധ്യമാകുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഫേസിൽ നമ്മൾ AI മെക്കാനിസവും കൂടെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ മിറ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഈ ഒരു പ്രോജക്റ്റ് വഴി സാധ്യമാകുന്നുണ്ട്. ഉൾക്കാടുകളിലെ ചലനങ്ങൾ കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും നിരീക്ഷിക്കപ്പെടും. ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ആവശ്യമെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്ന് സന്ദേശം കൈമാറും. നമുക്ക് 24 മണിക്കൂർ എന്ത് അനിമൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്കിവിടെ ഇൻഫോം ചെയ്യാം. നമ്മൾ ബന്ധപ്പെട്ട ഏത് ഓഫീസാണോ അവരുമായിട്ട് കണക്ട് ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കും. 2016 ഈ സംവിധാനം പെരിയാർ കടുവാ സങ്കേതത്തിൽ ആരംഭിച്ചിരുന്നു. ഉൾക്കാടുകളിലെ ക്യാമ്പ് ഷെഡുകളിൽ ദിവസങ്ങളോളം ഒറ്റപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന വനംവകുപ്പ് ജീവനക്കാർക്ക് അവരുടെ കുടുംബങ്ങളുമായി ആശയവിനിമയം സാധ്യമാക്കാനും പദ്ധതിയുടെ ഭാഗമായി കഴിയും. ന്യൂസ് ഡെസ്ക് 24.